വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വചനങ്ങളുടെ ഷോർട്ട് ബൈബിൾ കമൻ്ററി. തീയുടെ സാന്നിധ്യത്തിൽ വെച്ച് മുൻപ് പത്രോസ് യേശുക്രിസ്തുവിനെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അതേ തീയുടെ സാന്നിധ്യത്തിൽ തന്നെ യേശുക്രിസ്തു പത്രോസിനെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കുകയാണ്. യേശുക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് വേണ്ടി തീക്കനലിൽ അപ്പവും മീനും ഒരുക്കി പ്രാതലൊരുക്കി ആ പ്രാതൽ കഴിച്ചതിന് ശേഷമാണ് ഈ സംഭവം അരങ്ങേറുന്നത്. പത്രോസിനെ കണ്ട യേശുക്രിസ്തു ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നോ എന്ന് ചോദിക്കുന്നതിലൂടെ മുൻപ് നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ തള്ളിപ്പറയുകയില്ല എന്ന പത്രോസിൻ്റെ വാക്കിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ്. 3 തവണ തന്നെ തള്ളിപ്പറഞ്ഞവനെ കൊണ്ട് 3 തവണ തന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ് യേശു ഇവിടെ ചെയ്യുന്നത്. ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ എന്ന ചോദ്യം പത്രോസിൻ്റെ പഴയ തൊഴിലിലേക്കുള്ള മടങ്ങിപ്പോക്കിനെ വിലക്കുന്ന ചോദ്യം കൂടിയാണ്. ഇവിടെ യേശു പത്രോസിനെ സംബോധന ചെയ്യുന്നത് ഇപ്രകാരമാണ്: യോഹന്നാൻ്റെ മകനായ ശിമോനെ. അതായത് ആദ്യമായി യേശുക്രിസ്തു പത്രോസിനെ കണ്ട നിമിഷത്തിൽ ചോദിച്ച അതേ ചോദ്യം തന്നെയാണ്, അതേ സംബോധനയാണ് ഈ സമയത്തും യേശു നൽകുന്നത്. ആദ്യം കണ്ട നിമിഷത്തിൽ വിശുദ്ധ യോഹന്നാൻ സുവിശേഷം 1 അധ്യായം 42 വാക്യത്തിൽ നീ യോഹന്നാൻ്റെ പുത്രനായ ശിമോനാകുന്നു, നിനക്ക് കേഫ എന്ന് പേരാകും എന്ന് പറയുന്നു. അത് പത്രോസ് എന്നാകുന്നു. ഇവിടെ യേശു അവനെ ഓർമ്മിപ്പിക്കുകയാണ്, നീ പത്രോസ് എന്ന പുതിയ വ്യക്തിത്വത്തിലേക്ക്, പുതിയ നിയോഗത്തിലേക്ക് ഉയരണം. മുൻപ് സംഭവിച്ചതുപോലെ യേശുവിൻ്റെ വാക്ക് കേട്ട് വല വീശി വലിയ മീൻകൂട്ടം സ്വന്തമാക്കുവാൻ ഇപ്രാവശ്യവും പത്രോസിന് കഴിഞ്ഞു. 153 മീനുകൾ എന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 153 എന്ന സംഖ്യ സൂചിപ്പിക്കുന്നത് പത്രോസ് ചെയ്യുവാൻ പോകുന്ന വലിയ ശുശ്രൂഷയുടെ മഹത്വത്തെ കുറിക്കുന്നതാണ്. അനേക ദേശങ്ങളിൽ ക്രിസ്തുവിനു വേണ്ടി അനേക ശിഷ്യരെ പത്രോസിന് നേടുവാൻ കഴിയും എന്നതിൻ്റെ സൂചനയാണിത്.